ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ ഡെയിലി ഞാൻ ചെയ്യാറുള്ള എൻ്റെ പ്ലാനിങ് റിച്വലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്ലാനിങ് റിച്വൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ആ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത്. മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത്, പ്രത്യേകിച്ച് അതെല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കത് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഏതാണ് അർജൻറ്റായിട്ടുള്ള ടാസ്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ചെയ്യേണ്ട മെത്തേഡ് എന്നൊന്നുമല്ല, എനിക്ക് വർക്കാവുന്നൊരു മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഞാൻ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുള്ള സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്നുള്ളത് വിട്ടുപോകാതിരിക്കാൻ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ദിവസം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാറുള്ളതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഡൗൺ ഓൾ യുവർ ടാസ്ക്സ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ദിവസം ചെയ്യാനുള്ളത് അതെല്ലാം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുക. അത് ഏത് റേഞ്ചിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, അതായത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും ചെയ്യാനുണ്ടാവും. അത് എത്ര സ്മോൾ ആണെങ്കിലും എത്ര ബിഗ് ആണെന്നുണ്ടെങ്കിലും, ഇനി അത് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസിൽ പെടുന്നതായാലും ഇനി ഓഫീസ് ടാസ്ക്സിൽ പെടുന്ന കാര്യങ്ങളായിരുന്നാലും ശരി, അതെല്ലാം കൃത്യമായിട്ടൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതിൽ ഈ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്തു തീർക്കണം എന്നുള്ള ആ ഏറ്റവും വലിയ, നിങ്ങളെ മടി പിടിപ്പിക്കുന്ന ആ വലിയ ടാസ്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ദിവസം ഓരോ സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് ടൈം ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കലണ്ടറിൽ ആ ദിവസത്തെ ഓരോ മണിക്കൂറും നോക്കിയിട്ട് ഏത് സമയത്താണോ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക. ആ സമയമാണ് ഇതിനു വേണ്ടി നിങ്ങൾ നീക്കി വെക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ രാവിലെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ശരി, ഈ ഒരു ടാസ്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്നൊരു ടെൻഷൻ നിങ്ങളെ അലട്ടില്ല. കാരണം അത് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു സമയം ഇതിനായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. ഇനിയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിൽ ബാക്കിയുള്ള ടാസ്ക്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അർജൻ്റ് ആയിട്ടുള്ളതും എന്തായാലും ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ടാസ്ക്സ് ഉണ്ടാവും. അത് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ടാസ്ക്കാണ് ഇനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്തായാലും നമ്മളത് ചെയ്തു തീർത്താലേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ വലുതൊന്നും ആവണം എന്നില്ല, വലിയ പ്രാധാന്യം ഉള്ളതും ആവണം എന്നില്ല, പക്ഷേ അത് ഉടനെ ചെയ്തു തീർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നോ നാളെയോ ചെയ്തു തീർക്കേണ്ട ആ ജോലിക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത്. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതും നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഒന്ന് ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ തന്നെ മേജർ പോർഷൻ ഓഫ് ടാസ്ക് ചെയ്തു തീർന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും അർജൻ്റ് ആയിട്ടുള്ള കാര്യവും നമ്മൾ ചെയ്തു തീർത്ത് കഴിഞ്ഞു. ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടാസ്ക് ഒന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവണം എന്നില്ല. ഒരുപക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാവാം. അത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചെയ്തു തുടങ്ങാം. ഇതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം മാത്രം. അഥവാ ഈ ആദ്യം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ അർജൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ടാസ്ക് ചെയ്ത് തീർന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള സമയത്തേക്ക് ഇനിയുള്ള ടാസ്കിനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ ബിഗ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ആ ദിവസത്തെ സമയം മുഴുവനും പോയേക്കാം. എന്നിരുന്നാലും കുഴപ്പമില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളതിന് സമയം കൊടുത്തത്. ബാക്കിയുള്ള ടാസ്ക് ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആ ദിവസം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഇനിയും നമുക്ക് സമയം ബാക്കിയുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന സമയം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ റിമൈനിങ് ടാസ്ക് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ ദിവസം ഒട്ടും ടെൻഷനില്ലാതെ നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ആ കോളിങ്ങിനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് വെട്ടിക്കളഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്ന് പറയുന്ന ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ റിവാർഡിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണിത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ചെയ്ത കഴിഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും മാർക്ക് ചെയ്ത് തന്നെ പോവാം ഓരോ ദിവസവും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അത് പ്രൊഡക്റ്റീവായിട്ട് ആ ദിവസം വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കുന്നതും. ഇത് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു പ്ലാനിങ്, ഇത് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യുന്നൊരു പ്ലാനിങ് ആയിരുന്നാൽ പോലും ഞാനത് ചെയ്ത് മനസ്സിലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ മാത്രമേ എനിക്കത് ഒട്ടും ടെൻഷനില്ലാതെ ആ ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കൂടി ആകെപ്പാടെ കുഴഞ്ഞിട്ട് നമുക്ക് ഏത് ചെയ്യണം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റേതും ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ടാസ്കും കൃത്യമായിട്ട്, ഒരു ജോലിയും കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിൽ നമ്മൾ പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദിവസങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ചിലവഴിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്കിതുപോലെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.